എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആന്യാബാലിനെ കണ്ട് ലൂഫി വണ്ടടിക്കും. ലൂഫിക്കാണെങ്കിൽ അതാരാണെന്ന് അറിയില്ല. അപ്പൊ അടുത്തുണ്ടായിരുന്ന ഏതോ ഒരാൾ ലൂഫിയോട് പറയും, ഇവന്റെ പേര് ആന്യാബാൽ, ഇവൻ ഈ പ്രസിഡന്റിലെ വൈസ് വാർഡനാണ്. ലൂഫി അത് കേട്ട് ഇപ്പൊ അവനെ തന്നെ തുറച്ചു നോക്കും. അതേസമയം ഒരുപാട് പ്രസനേഴ്സ് ഇപ്പൊ ലൂഫിയുടെ അടുത്തൂടെ മുൻപോട്ടേക്ക് ഓടും. അത് കാണേണ്ട താമസം ആന്യാബാലിന്റെ മിലിറ്ററി ഫോഴ്സ് അവരാണെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് അവരെ ലോക്ക് ചെയ്തിടാൻ തുടങ്ങും. ആന്യാബാൽ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് ടെററായിട്ട് നിൽക്കാണ്. ആ സോൾജേഴ്സിന് പോലും അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട് അത്ഭുതം തോന്നും. കാരണം ഇത്രയും കാലവും മണ്ടനായ ആന്യാബാലിനെയാണ് അവര് കണ്ടത്. ഇതിപ്പോ അവന്റെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു ഫേസ് ആണ്. ഇതാദ്യമായിട്ടാണ് അവര് കാണുന്നത്. ലൂഫിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ടെൻഷനാവും. അവൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ആന്യാബാലിന്റെ മുൻപിലേക്ക് വരികയാണ്. ആന്യാബാൽ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. ഒരു കാരണവശാലും നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ലൂഫി അവന്റെ പല്ല് കടിച്ച് മാറി നിൽക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിനെന്ന് പറയും. അതിന് ആന്യാബാല് അവന്റെ കയ്യിലുള്ള ഒരു വാള് ഇത് ലൂഫിക്ക് നേരെ ആഞ്ഞു വീശും. അവൻ ജസ്റ്റ് മിസ്സിന് ആ വാളിൽ നിന്ന് രക്ഷപ്പെടും. വൈസ് വാർഡനാണെങ്കിൽ അപ്പോഴും ആറ്റിറ്റ്യൂഡ് ലെവലേശം വിടാതെ വീണ്ടും ആ വാളെടുത്ത് അറഞ്ഞം പുറഞ്ഞം വീശും. വാർഡന്റെ ആവേശവും പവറൊക്കെ കണ്ട് ചുറ്റുമുണ്ടായിരുന്ന സോൾജിയേഴ്സ് അവരിപ്പോ വാർഡന്റെ പേര് വിളിച്ച് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. ചുറ്റുമുള്ളവര് അവനെ സപ്പോർട്ട് ചെയ്യുന്നതുകൂടെ കേൾക്കുമ്പോ അവനാണെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോവും. അവൻ ആ കത്തിയെടുത്ത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അങ്ങനെ ആഞ്ഞു കറക്കാണ്. കറക്കി ഇപ്പൊ ആ സ്ക്വാഡില് തീ അങ്ങനെ സ്പ്രെഡ് ആവും. അതിനുശേഷം ആ ഫയർ സ്ക്വാഡുമായിട്ട് അവൻ ലൂഫിയെ വെട്ടാൻ ശ്രമിക്കും. ലൂഫി ആണെങ്കിൽ എങ്ങനെയൊക്കെയോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷമ നശിച്ച ലൂഫി അവനാണെങ്കിൽ ഓൺ ദ സ്പോട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോവും. അതിനുശേഷം അറഞ്ചം പുറഞ്ചം വൈസ് വാർഡന്റെ മുഖത്ത് ഞെട്ടിക്കുകയാണ്. ചോര തുളുമ്പി ഇപ്പൊ വാർഡൻ താഴേക്ക് വീഴും. അപ്പോഴായിരിക്കും ആ വാർഡൻ മകലൻ അവനിപ്പോ ആ ഫ്ലോറിലേക്ക് വരിക. വാർഡനെ കണ്ടതും ബാക്കിയുണ്ടായിരുന്ന സോൾജിയേഴ്സ് അവരാണെങ്കിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആളോട് പറയും. വാർഡൻ ടെൻഷനായി ഇപ്പൊ വൈസ് വാർഡനെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടും. ലൂഫി ആണെങ്കിൽ ഇപ്പോഴും ആന്യാബാലിനെ അറഞ്ചം പുറഞ്ച് ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാർഡൻ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് അവൻ തേർഡ് ഫ്ലോറിലേക്ക് പോയ തൽക്കാലത്തേക്ക് ലൂഫി സേഫ് ആവും. ആന്യാബാലിനാണെങ്കിൽ ഇപ്പോ ഒരു അനക്കം പോലുമില്ല. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പോ ആന്യാബാലിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 20 വർഷങ്ങൾക്ക് മുൻപാണ് വൈസ് വാർഡനായിട്ട് ആന്യാബാല് ഇവിടേക്ക് വരുന്നത്. അന്ന് മകലനും വെറും ഒരു ജയിലർ മാത്രമാണ്. മകലിനാണെങ്കിൽ നമ്മുടെ വൈസ് വാർഡനെ ഫസ്റ്റ് ലെവലില് കൊണ്ടുപോയി പോസ്റ്റ് വാല്യൂ എന്ന് പേരുള്ള ഒരു പൈലറ്റിനെ അവന്റെ അടുത്തേക്ക് അയക്കുകയാണ്. 50 മില്യൺ ബെറി ബൗണ്ടിയാണ് അവളുടെ റിവാർഡ്. അവൾ ആള് സൂത്രക്കാരിയാണ്, കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാവും അവളെ അവന്റെ അടുത്തേക്ക് അയക്കുക. പക്ഷെ അവനാണെങ്കിൽ ഒരു കാട്ടുകോഴിയാണ്. അവളെ കാണേണ്ട താമസം കണ്ണിലൂടെ പ്രണയത്തിന്റെ അമ്പൊക്കെ വിട്ട് അങ്ങനെ വായിൽ വെള്ളമിറക്കി നോക്കും. അവളാണെങ്കിൽ കിട്ടിയ ചാൻസ് മുതലെടുത്ത് എനിക്കൊന്ന് ഡ്രസ്സ് മാറണം, തിരിഞ്ഞു നിൽക്കും ചോദിക്കും. അവൻ തിരിയേണ്ട താമസം അവൾ കൈ അങ്ങനെ ആഞ്ഞ് അവന്റെ തലയ്ക്കൊരൊറ്റയാട്ടി. അവൻ ബോധം കിട്ടുമെന്ന് മനസ്സിലാക്കി അവൾ അവന്റെ ഡ്രസ്സ് എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ വാർഡൻ മകലൻ അവൻ കറക്റ്റ് ആയിട്ട് അവളെ ക്യാച്ച് ചെയ്യും. അതിനുശേഷം നമ്മുടെ വൈസ് വാർഡന് ഒരു താക്കീത് കൊടുക്കും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വിജിലന്റ് ആയിരിക്കാൻ അവൻ ഉപദേശിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ ഓടി രക്ഷപ്പെടുകയാണ്. ആന്യാബാലാണെങ്കിൽ രക്തത്തിൽ കുളിച്ച് അങ്ങനെ വീണ് കിടക്കും. പക്ഷെ ഞൊടിയിടയിൽ അവൻ ചാടി എഴുന്നേറ്റ് ലൂഫിയുടെ കാല് പിടിച്ച് വലിച്ച് പുറകിലേക്കിടും. എന്നിട്ട് വീണ്ടും ഇപ്പൊ കത്തിയൊക്കെ എടുത്ത് വമ്പൻ അട്ടിയിടി ബഹളം. ആന്യാബാല് തിരിച്ചു വന്നത് കണ്ട് ആന്യാബാല് വന്നേന്നും പറഞ്ഞ് ഇപ്പൊ അവർ തുള്ളിച്ചാടും. അതിനുശേഷം നമ്മുടെ ആൾക്കാരും ഗാർഡ്സും എല്ലാവരും ചേർന്ന് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ലൂഫി ആണെങ്കിൽ എത്രയോ തവണ ആന്യാബാലിനെ ഇടിച്ചു തകർത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവൻ വീണ്ടും ഇപ്പൊ ലൂഫിയെ തിരികെ വലിച്ചിടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബഗ്ഗിയെ കാണിക്കും. അവനാണെങ്കിൽ മണിക്കൂറുകളായിട്ട് ആ മകലൻ വാർഡനെ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫുൾ പവറിൽ വാർഡന്റെ ഒരു 10 വംശത്തെയെങ്കിലും ആഞ്ഞു ശപിക്കും. അതിനുശേഷം അല്പസമയം ബ്രേക്ക് എടുത്ത് ഒന്നിനു പോവും. ബാക്കിയുള്ള പ്രിസണേഴ്സും അവന്റെ കൂടെ വന്ന് കമ്പനിക്ക് ഒന്നിനു പോവാണ്. അപ്പൊ കറക്റ്റ് ടൈം ബ്ലാക്ക് ബിയേർഡ് അവൻ അവിടേക്ക് വന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ആ ഡോർ ഓപ്പൺ ചെയ്യാണ്. അവനാണെങ്കിൽ വലിയ ശബ്ദത്തിൽ പൊട്ടിച്ചിരിച്ച് അവന്റെ ആളുകളുമായിട്ട് അതുവഴി കടന്നു പോകും.
ബഗ്ഗിയാണെങ്കിൽ നിർത്താതെ യൂറിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു പ്രിസണർ ഓടി വന്ന് ഇപ്പൊ ബഗ്ഗിയോട് പറയാ, മാസ്റ്റർ, നമ്മൾ ഇത്രയും നേരവും പേടിച്ചിരുന്ന ആ ഒരു ഡോറ് അതിപ്പോ അവിടെ കാണാനില്ല. ബഗ്ഗിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. അവൻ സിബ് പോലും ഇടാതെ 100-110 ട്രൗസറും വലിച്ചു കയറ്റി അങ്ങനെ ഡോറിനടുത്തേക്ക് ഓടി വരും. അതെ, ഡോർ ഇപ്പോ തുറന്നു കിടക്കുകയാണ്. ബഗ്ഗിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, അതിലും ഡബിൾ സന്തോഷത്തില് നമ്പർ 3യും. പക്ഷെ ആ മണ്ടന്മാരായ കള്ളന്മാര് കരുതും നമ്മുടെ ബഗ്ഗി അവൻ ചീത്ത വിളിച്ചതുകൊണ്ടാണ് ആ ഒരു ഡോറും പോയിസണും അവിടുന്ന് പോയതെന്ന്. അവരാണെങ്കിൽ വീണ്ടും ബഗ്ഗിയുടെ നമ്പർ 3യുടെയും പേരൊക്കെ വിളിച്ച് അങ്ങനെ ചേറിയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ മണിക്കൂറുകളായിട്ട് ആ ഹാനിയബാലിനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ എത്രത്തോളം തല്ലിയിട്ടും ഹാനിയബാൽ ആണെങ്കിൽ ലൂഫിയെ തടഞ്ഞു തന്നെ നിർത്തും. അവന് തിരികെ ലൂഫിയെ അടിക്കാനൊന്നും ആവില്ല. പക്ഷെ അവൻ ലൂഫിയെ പുറത്തേക്ക് പോവാതെ തടഞ്ഞു നിർത്തിക്കൊണ്ടേയിരിക്കും. ഹാനിയബാൽ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ ലക്ഷ്യം നിന്റെ ചേട്ടൻ എയ്സിനെ രക്ഷിക്കുക എന്നതല്ലേ? അവനിപ്പോ ഗവൺമെന്റിന്റെ വലിയൊരു ശത്രുവാണ്. ഞങ്ങൾക്കൊരിക്കലും അവനെ വെറുതെ വിടാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും അവനെ ഞങ്ങൾക്ക് കൊന്നേ പറ്റൂ. അതുപോലെ തന്നെ നീയും ഇവിടെയുള്ള പ്രിസണേഴ്സും അവരാരും എനിക്ക് പുറത്തേക്ക് പോകാൻ പോകുന്നില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളെ തടയുന്നു പറഞ്ഞ് വമ്പൻ ആവേശത്തില് അവൻ ലൂഫിക്ക് നേരെ മുരച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധാരണക്കാരുടെ വേദന അറിയോ? നിങ്ങൾ പൈററ്റ്സ്, നിങ്ങൾ കള്ളന്മാരാണ്. മറ്റുള്ളവരെ ഉപദ്രവിച്ചും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെയോ ആണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള നിങ്ങളെ എന്നെ കൊണ്ട് പുറത്തേക്ക് വിടാനാവില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കും. അവന്റെ സംസാരവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ കണ്ട് ഇപ്പൊ സോൾജിയേഴ്സിനും ഒത്തിരി വിഷമാവും. ഹാനിയബാൽ ആണെങ്കിൽ വീണ്ടും സ്ട്രോങ് ആയിട്ട് പറയും, നിങ്ങളെപ്പോലുള്ള പ്രിസണേഴ്സ് അവരിവിടുന്ന് പുറത്തേക്ക് പോയാ ഈ ലോകം അത് നരകമായിട്ട് തീരും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് അവൻ പറയുന്നൊക്കെ കേൾക്കും. അതിൽ ചില കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ലൂഫി ഒരിക്കലും പറയുന്ന പോലെ ബാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ആളോ പൈറട്ടോ ഒന്നുമല്ല. അവനിപ്പോ പ്രധാനം അവന്റെ ബ്രദറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നത് മാത്രമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ലോങ് ഷോട്ടിലായിട്ട് ഒരുപാട് സോൾജിയേഴ്സ് ആ സ്റ്റെയറിൽ അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ തൊട്ടു പുറകിലായി ആ ബ്ലാക്ക് ബിയേർഡ്. അവനാണെങ്കിൽ അവന്റെ ആ ബ്ലാക്ക് പവർ അതുപയോഗിച്ച് ഓരോരുത്തരായിട്ട് അവിടുന്ന് ഇൻവിസിബിൾ ആക്കിക്കൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ ഹാനിയബാലിന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് കടന്നു പോകാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഹാനിയബാലിന്റെ തൊട്ടു പുറകിൽ നിന്ന് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കും. അത് കേട്ട് ഷോക്കായിട്ട് ഹാനിയബാൽ തിരിഞ്ഞു നോക്കും. എന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ആ സോൾജിയേഴ്സ് അവര് മുഴുവൻ ഒരു കറുത്ത ഫോഗിൽ പെട്ട് 1 by 1 ആയിട്ട് ഇൻവിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹാനിയബാൽ ഒരു സെക്കൻഡ് ആ കാഴ്ച കണ്ട് ഫ്രീസ് ആയി പോകും. ലൂഫി ആണെങ്കിൽ ആളെ കണ്ട് അങ്ങനെ വണ്ടടിച്ചു നിൽക്കും. ഇവിടെ ഹാനിയബാൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ബ്ലാക്ക് ബിയേർഡ് അവനവന്റെ കാല് മടക്കി ഇപ്പോ ഹാനിയബാലിന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടും. പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല. അതിനുശേഷം ബ്ലാക്ക് പവറിൽ അബ്സോർബ് ചെയ്തെടുത്ത ആ സോൾജിയേഴ്സിനെ അവരെ മുഴുവൻ അവനിപ്പോ പുറത്തേക്ക് ഇജക്ട് ചെയ്യും. ജിംബയ ജയന്റ് ആളാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ബിയേർഡിനെ നോക്കി അവന്റെ പേര് വിളിക്കും. അത് കേട്ട് ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ വലിയൊരു നടുക്കത്തിലാണ്. കാരണം ജയ ഐലാൻഡിൽ വെച്ച് ലൂഫി അവനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവസാനമായിട്ട് എയ്സ് പറഞ്ഞത് അവൻ ബ്ലാക്ക് ബിയേർഡിനെ തകർക്കാനായി പോകുന്നു എന്നാണ്. സോ അവന്റെ ചേട്ടൻ എയ്സ് ആൾ ഈ ഗതിയിലാവാനുള്ള കാരണക്കാരൻ അത് ഇവൻ തന്നെയാണ്. ലൂഫി പതിയെ നടന്ന് അവന്റെ മുൻപിലേക്ക് വരും. സത്യം പറയും, നീയാണോ ആ ബ്ലാക്ക് ബിയേർഡ്? അതിന് ബ്ലാക്ക് ബിയേർഡ് ചിരിക്കും, അതെ ഞാൻ തന്നെയാണ്. ഓ, നിന്നോട് ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ആക്ച്വലി നീ എയ്സിന്റെ ബ്രദർ ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഷോക്കായി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയില്ലേ? ഇവിടെ നിൽക്കാതെ നീ എത്രയും പെട്ടെന്ന് നിന്റെ ചേട്ടനെ കൊല്ലുന്ന ആ സ്ഥലത്തേക്ക് പോവാൻ പറഞ്ഞ് അവൻ ലൂഫിയെ കളിയാക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് 10 മടങ്ങാവും. അതിനുശേഷം ആ ബ്ലാക്ക് ബിയേർഡ് അവൻ ക്രൊക്കഡൈലിനെ നോക്കി കളിയാക്കി അവനെ കൊല്ലാനായിട്ട് ആദ്യം തയ്യാറാവും. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ബിയേർഡിനെ തടയും. ഉടനെ ബ്ലാക്ക് ബിയേർഡ് അവൻ ലാസ്റ്റ് ടൈം എയ്സുമായിട്ടുണ്ടായ ആ ഒരു ഫൈറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ലൂഫിയോട് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ലൂഫിക്ക് മനസ്സിലാവും അവന് വേണ്ടിയാണ് എയ്സ് അത്രയധികം ഈ ബ്ലാക്ക് ബിയേർഡുമായിട്ട് ഫൈറ്റ് ചെയ്തതെന്ന്. ആക്ച്വലി ഈ ബ്ലാക്ക് ബിയേർഡിന് 2 ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. ലൂഫി വമ്പം കലിപ്പില് സെക്കൻഡ് ഗിയറിലേക്ക് പോയി അവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരു അടി. ആ ഒരു അടിയിൽ അവൻ തെറിച്ചു പോയി അടിച്ചു വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.